Hello guys, welcome back to my channel. So ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ സാധാരണ ലൂബ് ചെയ്യുന്ന പോലെയല്ല. സോ ഞാൻ ആക്ച്വലി ഫൈനലി ഇതേ നമ്മുടെ മോട്ടികളുണ്ട് ചെയിൻ പേസ്റ്റ് മേടിച്ചു. സോ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മഴയുടെ ടൈമാണ്, കാര്യങ്ങളാണ്. സോ നമ്മൾ നോർമലി സാധാരണ നമ്മൾ ചെയിൻ ലൂബും കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴയത്തും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും. സോ ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു അപ്രോക്സ് ഒരു 1500 കിലോമീറ്റേഴ്സ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. സോ ഇതിൻ്റെ ഒരു വില പറയുന്നത് 550 രൂപയാണ്. സോ നിങ്ങൾക്ക് ഒരു അറൗണ്ട് ഒരു 450-500 റുപ്പീസിന് എന്തായാലും കിട്ടും. ആൻഡ് ഇതെല്ലാവരും, ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചപ്പോഴും കാര്യങ്ങൾ ചെയ്തപ്പോഴും ഒക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞു. സോ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇത് ലൂബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഒന്ന് ലോങ് ഓടിച്ച് നോക്കിയിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവ്യൂ, ഈ പ്രൊഡക്റ്റ് വർത്താണോ കാര്യങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്യാം. സോ അൺബോക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബ്രഷ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി ഈസി. ആൻഡ് ഇത് മേടിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർമലി ഒരുപാട് ചെയിൻ ലൂബ്സ് യൂസ് ചെയ്തു. പക്ഷേ മഴക്കാലത്ത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല, കാര്യങ്ങളല്ല. സോ ഈ ചെയിൻ പേസ്റ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്യണം എന്നെനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ചെയ്ത് നോക്കണം ബൈക്കിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ 1-2 പേരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ്റെ നോയ്സൊക്കെ ഒരുപാട് കുറവാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ നമ്മൾ നോർമലി ചെയിൻ ലൂബ് ചെയ്ത സമയം ഇപ്പോൾ അതായത് ചെയിൻ ക്ലീൻ ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കും കേട്ടോ. സോ നമ്മൾ നോർമൽ ചെയിൻ ലൂബ് യൂസ് ചെയ്യുമ്പോൾ ഓടുമ്പം ഇവിടെ മൊത്തം അതിൻ്റെ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ അകത്തും എല്ലാം ആ പാർട്ടിക്കിൾസ് ആയിരിക്കും. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലൊക്കെ ഒഴിച്ച് നല്ലപോലെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഇഷ്യൂ വരികയില്ല, വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. സോ നമുക്കിത് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാം, ഒന്നിച്ച് അപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതുപോലെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു സാധനം മേടിച്ചായിരുന്നു. എൻ്റെ എൻഡോർക്കിൽ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. എൻഡോർക്കിൽ ഞാൻ ഈ സാധനം യൂസ് ചെയ്തായിരുന്നു. ആൻഡ് ഡ്യൂക്കിലും ഞാൻ റീസെൻ്റ്ലി ചോദിച്ചാൽ ഡ്യൂക്കിൽ ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഈ ഒരു സാധനം ആക്ച്വലി നിങ്ങളൊരു 20,000-25,000 കിലോമീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ബേസിക്കലി മോട്ടീവിൻ്റെ പെട്രോൾ സിസ്റ്റം ക്ലീൻ പ്ലസ് ആണിത്. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവും. രണ്ടാമതൊരു ഒക്ടൈൻ ബൂസ്റ്ററാണ്. സോ നോർമൽ പെട്രോളിനെ ഒക്ടൈൻ ബൂസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഒക്ടൈൻ നിങ്ങളിപ്പോൾ നോർമൽ ഒരു 93 ആയിരിക്കും പെട്രോൾ യൂസ് ചെയ്യുന്നത്, ഒരു 95 പെട്രോളിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, കാർബൺ ക്ലീൻ ചെയ്യും, ആവറേജ് കൂടും എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഞാനിതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു 5 ലിറ്റർ പെട്രോൾ ഒഴിക്കുക, എന്നിട്ട് ഈ സാധനം ഒഴിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ടത്, പൊട്ടിക്കുക, ഒഴിക്കുക, അത്രേ പരിപാടിയുള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. 5 ലിറ്റർ മിനിമം ഫ്യൂൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഞാൻ ഈ സാധനം എന്തായാലും ഒഴിച്ചിട്ടുണ്ട്. മൈലേജ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് ഡെഫിനറ്റ്ലി ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ നിലവിൽ നേരെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നൊരു 200 ആണ് ഇത് എഴുതിയേക്കുന്നത്. 150-180 റുപ്പീസിന് കിട്ടും. സോ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നേരെ നമ്മൾ ഈ സാധനം നമ്മൾ നേരെ ചെയിനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. സോ അൺബോക്സ് ചെയ്യാം. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഓക്കെ, then so we have to open this. That's all. സോ അൺബോക്സിങ് വളരെ സിമ്പിളാണ്. സോ ഇതിൻ്റെ അകത്ത് ഒരു റാപ്പ് വരും, അത് തുറക്കുക, എന്നിട്ട് ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. സോ ഇതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോണേ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ഇങ്ങനെ വരും, കണ്ടോ? ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ലിക്വിഡ് വരും. ആൻഡ് ഇത് ബ്രഷാണ് ആക്ച്വലി, ഇതിൻ്റെ മുകളിൽ ഇതുണ്ടോ, ഇത് ബ്രഷാണ്. സോ ഇതിന് വേണ്ടി നിങ്ങൾക്ക് അഡീഷണൽ ബ്രഷോ കാര്യങ്ങളോ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിൽ തന്നെ എല്ലാം വരുന്നതുകൊണ്ട് വളരെ 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 എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ നിങ്ങൾക്ക് അഡീഷണൽ ബ്രഷോ കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല, ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മേടിച്ചാൽ മതി. സോ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സമയമുണ്ടെങ്കിൽ ആദ്യം ചെയിൻ നല്ലപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നോർമലി നിങ്ങൾ തുണി കൊണ്ട് തുടച്ച് അപ്പം തന്നെ ഈ സാധനം അപ്ലൈ ചെയ്യാതെ കുറച്ച് നേരത്തേക്ക് വിട്ട് ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആകും വരെ വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഈ സാധനം യൂസ് ചെയ്യുക. കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ എന്താ ഒപ്പീനിയൻ എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.
I've been treading water for some time, picking up the parts of all my life. Didn't get to solve it this time. How am I to break apart? Don't tell me why we can't collide. Nowhere to run, nowhere to hide. Don't you feel it? Don't you feel it? On the break of dawn, I'll follow you to carry on. On the break of dawn, I'll follow you to carry on. സംഭവം പെടമൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സാധനം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു ഡെമോ കണ്ടാണല്ലോ, ഇതുപോലെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു വൈറ്റ് പാർട്ടിക്കിൾ ശരിക്കും ഈ ഒരു ചെയിനിലിരിക്കണം. സോ നമ്മളിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെടമൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പുറകിലോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഹോപ്പ്ഫുള്ളി ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. സോ ഫൈനലി നമ്മൾ അങ്ങനെ പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫൈനൽ ഔട്ട്പുട്ട് വേണ്ടേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. സോ ഇത് കണ്ടോ, അത് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫുൾ ചെയിനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എല്ലാം ഇവിടെ കണ്ടോ വൈറ്റ് ഒരു പാർട്ടിക്കിൾസ് കാണുന്നുണ്ട്, ഫുൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. സോ ഇതിൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്ന് ഇവർ പറയുന്നത്, ഒന്ന് നമ്മൾ നോർമൽ ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡേർട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ വീൽസിലൊക്കെ ഡേർട്ട് ആവും, അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഡേർട്ട് ആവും, അതിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ഡേർട്ട് ആവും. സോ നമുക്ക് യൂഷ്വലി എന്താ പറയുക, ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് സെക്കൻഡറി ലോങ് ലാസ്റ്റിംഗ്, മഴ സമയത്തും കാര്യങ്ങളുമൊക്കെ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് കാര്യങ്ങളും ആയിരിക്കും. സാധാരണ ഇപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 500 കിലോമീറ്റേഴ്സിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് ചെയിൻ ലൂബ് ചെയ്തിരിക്കും. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ ഒരു 1000 to 1500 കിലോമീറ്റേഴ്സ് വരെ സുഖമായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മൾ ഡെഫിനറ്റ്ലി ഇത് ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തായാലും ഇത് ഉപയോഗിച്ചതിന് ശേഷം ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂവും ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ റിവ്യൂ എന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. ആൻഡ് നമ്മളിപ്പോൾ നിലവിൽ ബൈക്ക് ഏകദേശം 22,000 കിലോമീറ്റർ ഓടി. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി റിവ്യൂ, ഇത്രയും നാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി റിവ്യൂ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. സോ ഹോപ്പ്ഫുള്ളി കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ഗൈസ്. സീ യു സൂൺ.